നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ അനാറ്റമിയെക്കുറിച്ചാണ് നിങ്ങൾ പഠിച്ചത്. സോ യു നോ വാട്ട് ഇസ് അനാറ്റമി. അനാറ്റമി ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഇൻറ്റേർണൽ സ്ട്രക്ചർ ഓഫ് ആൻ ഓർഗനിസം, whether it is a plant or animal. It deals with the internal structure. So we have studied about the arrangement of tissues in plant body. So what were the tissues made up of? You know, the tissues were made up of different types of cells. And in this chapter, the cell, the unit of life, we are dealing with the different types of cells by which the organisms are made. എന്താണ് സെൽ? നിങ്ങൾ വളരെ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ഒരു ജീവിയുടെ സ്ട്രക്ചറലായിട്ടും ഫങ്ഷണലായിട്ടും, അതായത് ഘടനാപരമായും ധർമ്മപരവുമായും ഉള്ള അടിസ്ഥാന ഘടകമാണ് കോശം. സോ വി ക്യാൻ ഡിഫൈൻ സെൽ as the fundamental structural and functional unit of all living organism. കോശത്തെക്കുറിച്ചും കോശഘടനയെക്കുറിച്ചും കോശാംഗങ്ങളെക്കുറിച്ചുമൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഈ ചാപ്റ്ററിൽ ഒന്നുകൂടെ നമ്മളത് റീകളക്ട് ചെയ്യുകയാണ്. കോശത്തെക്കുറിച്ച്, വാട്ട് ഈസ് എ സെൽ ആൻഡ് വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ദ ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് വി സീ ഇൻസൈഡ് എ സെൽ, ആൻഡ് ഹൗ ക്യാൻ വി arrange or how can we organize organisms according to the number of cells present in them, and what are the different types of cells. So we are discussing about these features in this chapter. നേരത്തെ പറഞ്ഞു, cell is the fundamental structural and functional unit of all living organism, and cell can be regarded as the building block of every organism. ഓരോ ജീവിയെയും നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഘടകമാണ് കോശം എന്ന് നമുക്കതിനെ നിർവചിക്കാം. വെദർ ഓൾ ഓർഗനിസംസ് ആർ സിംഗിൾ സെൽഡ്, അല്ലെങ്കിൽ ഏകകോശമുള്ള ജീവികളുണ്ടോ? ഒരു ജീവിക്ക് ഒരു കോശം മാത്രമായിട്ട് നിലനിൽക്കാൻ സാധിക്കുമോ? അപ്പം നമുക്കറിയാം, കോശങ്ങളുടെ എണ്ണം അനുസരിച്ച് ജീവികളെ യൂണിസെല്ലുലാർ എന്നും മൾട്ടി സെല്ലുലാർ എന്നും നമുക്ക് വിഭജിക്കാം. ഒരു കോശം മാത്രം, അതായത് ശരീരം എന്നുള്ളത് ഒരു കോശം മാത്രമുള്ള ജീവികളെയാണ് നമ്മൾ യൂണിസെല്ലുലാർ ഓർഗനിസംസ് എന്ന് പറയുക. യൂണിസെല്ലുലാർ ഓർഗനിസംസിന് എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ് അല്ലേ? കിങ്ഡം മൊണീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, ഇതൊക്കെ യൂണിസെല്ലുലാർ ഓർഗനിസംസ് ആയിരുന്നു. ദാറ്റ് മീൻസ് ദേ ഹാവ് ഓൺലി വൺ സെൽ. വൈൽ ഇൻ ദ കേസ് ഓഫ് ഹയർ ഓർഗനിസംസ്, they are having more than one cell, and the cells form the tissues form the organs, and they form the organisms. അപ്പോൾ അങ്ങനെ ഒരു അറേഞ്ച്മെൻ്റ് ഉള്ള മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള, അതായത് when the body are made up of more than one cell, അത്തരം ജീവികളെ നമ്മൾ മൾട്ടി സെല്ലുലാർ ഓർഗനിസംസ് എന്ന് പറയും. അപ്പോൾ കോശങ്ങളുടെ എണ്ണം അനുസരിച്ച് ജീവികളെ യൂണിസെല്ലുലാർ എന്നും മൾട്ടി സെല്ലുലാർ എന്നും വിഭജിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. ആരാണ് ഈ കോശം എന്ന ഈ ബേസിക് സ്ട്രക്ചർ ആദ്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തത്? ധാരാളം പഠനങ്ങൾ 1660കളിലൊക്കെ തന്നെയാണ് ആദ്യമായിട്ട് ഇത്തരം കോശങ്ങളെ കുറിച്ചുള്ള പഠനം തുടങ്ങിയത്. നിങ്ങൾക്കറിയാം, സെൽസ് ആർ സോ മൈന്യൂട്ട് ദാറ്റ് ദേ കനോട്ട് ബി ഒബ്സർവ്ഡ് ബൈ അവർ നേക്കഡ് ഐ. നമ്മുടെ സാധാരണ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത അത്ര ചെറിയ ഘടകങ്ങളാണ് കോശങ്ങൾ എന്നുള്ളത് കൊണ്ട് തന്നെ ദ ഇൻവെൻഷൻ ഓഫ് മൈക്രോസ്കോപ്പ് ലെഡ് ടു ദ ഡിസ്കവറി ഓഫ് സെൽസ്. ഇൻ 1665, റോബർട്ട് ഹൂക്ക് വാസ് ദ ഫസ്റ്റ് മാൻ ഹു saw a cell under a primitive microscope, and he called it a cell, which means a little room or compartment. Cell, the word came from the Latin word cellulae, and the meaning of that word is a compartment or a room. ഒരു മുറി അല്ലെങ്കിൽ ഒരു അറ എന്ന അർത്ഥമുള്ള സെല്ലുലെ എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് സെൽ എന്ന പദം അദ്ദേഹം കോയിൻ ചെയ്തത്. അതിനും ധാരാളം വർഷങ്ങൾക്ക് ശേഷം
1683 ആന്റൺ വോൺ ലിവൻഹുക്ക് എന്ന ശാസ്ത്രജ്ഞൻ അല്പം കൂടി മോഡേൺ ആയിട്ടുള്ള ഒരു മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് ഒരു ലിവിങ് സെല്ലിനെ കണ്ടത്. സോ ആന്റൺ വാൻ ലിവൻഹുക്ക് വാസ് ദ സയന്റിസ്റ്റ് who first saw a living cell. Again in 1831, പിന്നെയും വർഷങ്ങൾക്ക് ശേഷം റോബർട്ട് ബ്രൗൺ, he was another scientist who contributed to the cell study, and he found that there is a dense structure inside the cell and he called it as nucleus. ഒരു സെല്ലിനകത്ത് ഡെൻസ് ആയിട്ടുള്ള ഒരു ഭാഗമുണ്ടെന്നും അതാണ് സെല്ലിലെ ന്യൂക്ലിയസ് എന്നും ഐഡന്റിഫൈ ചെയ്തത് റോബർട്ട് ബ്രൗൺ ആണ്. ഇങ്ങനെ 1660s തുടങ്ങി ഈ ഇതുവരെയുള്ള കാലഘട്ടത്തിനിടയിൽ സെല്ലിനെ കുറിച്ച്, സെല്ലിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് അല്ലെങ്കിൽ സെല്ലിൻ്റെ ഫങ്ഷൻസിനെ കുറിച്ച് ധാരാളം ഇൻവെൻഷൻസ് വന്നിട്ടുണ്ട്. ആൻഡ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ ഫീച്ചേഴ്സ് ഓഫ് സെൽ, വി കോൾ ദാറ്റ് സയൻസ് as cytology. So in 1838, Matthias Jacob Schleiden, a German botanist, he observed that all plants are made up of cells. 1883 Schleiden and the German botanist M.J. Schleiden, he observed that all plants are made up of cells. എല്ലാ ചെടികളും അല്ലെങ്കിൽ പ്ലാന്റ്സ് എന്ന വിഭാഗം അവയുടെ അടിസ്ഥാന ഘടകം കോശമാണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ആൻഡ് ഇൻ 1839 a British zoologist Theodor Schwann, he observed that all organisms, either plants or animals, they are made up of cell, and the plant cell have a delimiting structure called the cell wall, and the animal cell do not possess that structure, but they are delimited by a thin membrane, and we call it as plasma membrane. സസ്യങ്ങളിലും ജന്തുക്കളിലും ഇത്തരം കോശങ്ങൾ ഉണ്ടെന്നും ആ കോശങ്ങൾ സസ്യകോശങ്ങൾക്ക് റിജിഡ് ആയിട്ടുള്ള ഒരു ഔട്ടർ കവർ ഉണ്ടെന്നും അതേസമയം പ്ലാന്റ്സ് ആനിമൽ സെൽസിൽ റിജിഡ് ആയിട്ടുള്ള ഔട്ടർ കവറിന് പകരമുള്ളത് നേർത്ത ഒരു മെമ്പറൈൻ ആണ് അല്ലെങ്കിൽ ഒരു ആവരണം കൊണ്ടാണ് അവ ഡീലിമിറ്റ് ചെയ്തിരിക്കുന്നതെന്നും തിയോഡർ ഷ്മാൻ കണ്ടുപിടിച്ചു. But both the scientists were not able to explain how the cells were formed. പ്ലാന്റ്സും ആനിമൽസും സെൽസ് കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും അടിസ്ഥാന ഘടകം കോശമാണ് എന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചുവെങ്കിലും എങ്ങനെയാണ് ഈ സെൽസ് ഫോം ചെയ്യുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. And in 1885, Rudolf Virchow, he explained that the new cells arise from the pre-existing cells. റുഡോൾഫ് വിർഷോ എന്ന മറ്റൊരു ശാസ്ത്രജ്ഞനാണ് നിലവിലുള്ള സസ്യങ്ങളിലെ അല്ലെങ്കിൽ ജന്തുക്കളിലെയോ കോശങ്ങൾ പുതുതായി ഉണ്ടാകുന്നില്ല എന്നും നിലവിലുള്ള കോശങ്ങൾ വിഭജിച്ചാണ് അവ ഉണ്ടാകുന്നതെന്നും കണ്ടുപിടിച്ചു. ഇവരുടെ കണ്ടുപിടുത്തങ്ങളാണ് സെൽ തിയറി എന്ന രൂപത്തിൽ അല്ലെങ്കിൽ കോശ സിദ്ധാന്തം എന്ന് അറിയപ്പെടുന്നത്. So what is cell theory? The cell theory states that all living organisms are composed of cells and products of cells, and all cells arise from the pre-existing cells. ചെറിയ ക്ലാസ്സുകളിൽ മൈക്രോസ്കോപ്പിനുള്ളിൽ വെച്ച് ഒരു സെല്ല് കണ്ടിട്ടില്ലാത്തവർ ആരും ഉണ്ടാവില്ല. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? ചെറിയ ക്ലാസ്സുകളിൽ കണ്ടിട്ടില്ലേ? അപ്പൊ നിങ്ങൾ എങ്ങനെയുള്ള സെല്ലുകളാണ് അവിടെ മൈക്രോസ്കോപ്പിൽ കണ്ടത്? ടീച്ചർ കാണിച്ചു തന്നിട്ടുണ്ടാവും. ഓണിയൻ സെൽ അല്ലേ? ഉള്ളിലെ തോടെടുത്തിട്ട് നമ്മൾ അതിനകത്തുനിന്ന് സെൽ എടുത്തിട്ട് ടീച്ചർ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടാവും. മനുഷ്യരുടെ കവിളിൽ നിന്ന് ഹ്യൂമൻ ചീക്ക് സെല്ല് കവിളിനകത്തേക്ക് വെറുതെ നമ്മളിങ്ങനെ കവിളിനകത്ത് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ചെറിയ സ്പാത്തിലയോ വെച്ചിട്ട് കുറച്ച് സെൽസ് എടുത്തിട്ട് മൈക്രോസ്കോപ്പിൽ വെച്ചിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. So I think all of you have seen a plant cell and an animal cell. Onion cell, ഉള്ളിയുടെ സെല്ല് കണ്ടിട്ടുണ്ടെങ്കിൽ that is a plant cell. ചീക്ക് സെല്ല് കണ്ടിട്ടുണ്ടെങ്കിൽ animal cell. എന്തായിരുന്നു ഈ പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും തമ്മിലുള്ള വ്യത്യാസം? എന്തൊക്കെ വ്യത്യാസങ്ങളാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്? അല്ലെങ്കിൽ പ്ലാന്റ് സെൽ എങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക? സോ ഈ പ്ലാന്റ് സെൽ ഹാവ്
an outer rigid structure. അല്ലേ? ഒരു സസ്യകോശത്തിൽ ഏറ്റവും പുറമെ വളരെ കട്ടിയുള്ള ഒരു കോശഭിത്തി ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ആ കോശഭിത്തി എവിടെ കാണില്ല? ആനിമൽ സെല്ലിൽ ഉണ്ടാവില്ല. സോ ഇൻസൈഡ് ദ സെൽ we can see the protoplasm. The protoplasm consists of cytoplasm and nucleus. എന്താണ് cytoplasm? The dense semi-fluid matrix which occurs inside the cell is a cytoplasm. Cytoplasm എന്നത് കോശത്തിനകത്ത് കാണുന്ന ഒരു സെമി ഫ്ലൂയിഡ് മെട്രിക്സ് ആണ്. കോശത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും, കോശത്തിൽ നടക്കുന്ന എല്ലാ കെമിക്കൽ ആക്ടിവിറ്റീസിൻ്റെയും സൈറ്റോപ്ലാസം ആണ്. And we can see a dense nucleus inside the cytoplasm. So, in this nucleus, it may be, in some cells, it may be a membrane bounded one, and in some other cases, it may not be membrane bounded. Nucleus, ചില കോശങ്ങളിൽ മെമ്പറൈൻ കൊണ്ട് ആവരണം ചെയ്തതായിരിക്കും. മറ്റു ചിലയിടത്ത് ന്യൂക്ലിയസിന് അങ്ങനെ വ്യക്തമായ ഒരു മെമ്പറൈൻ കൊണ്ടുള്ള ആവരണം ഉണ്ടാകണം എന്നില്ല. And you know, this nucleus contains chromosomes which have the genetic material inside it. ഇപ്പോൾ DNA എന്ന നമ്മുടെ ജനിതക വസ്തു, ഓരോ കോശത്തിലെയും ജനിതക വസ്തു സൂക്ഷിക്കുന്നത് ഈ ന്യൂക്ലിയസിനുള്ളിലെ ക്രോമസോമുകൾക്കുള്ളിലാണ്. നേരത്തെ പറഞ്ഞതുപോലെ ന്യൂക്ലിയസ് മെമ്പറൈൻ ബൗണ്ടഡ് ആകണമെന്നില്ല. എല്ലാ കോശങ്ങളിലും മെമ്പറൈൻ ബൗണ്ടഡ് ആകണം എന്നില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. നിങ്ങൾക്കറിയാം, സെല്ലുകളെ ന്യൂക്ലിയസുകൾ മെമ്പറൈൻ ബൗണ്ടഡ് ആണോ അല്ലയോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രോകാരിയോട്ടിക് സെല്ലെന്നും യൂകാരിയോട്ടിക് സെല്ലെന്നും വേർതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ചാപ്റ്ററിൽ കിങ്ഡം മൊണീറയുടെ ക്ലാസിഫിക്കേഷൻ പഠിച്ചപ്പോൾ നമ്മൾ വളരെ വ്യക്തമായി പഠിച്ചതാണ്. The kingdom Monera, the organisms belonging to kingdom Monera are prokaryotic because they do not have a membrane bounded nucleus. അല്ലേ? കോശത്തിനകത്ത് ഉള്ള ന്യൂക്ലിയസിന് മെമ്പറൈൻ ബൗണ്ടഡ് അല്ല എങ്കിൽ that organisms or that cells are known as prokaryotic cells, and if the nucleus is membrane bounded, the cells are eukaryotic cell. So, ഇത്തരത്തിലുള്ള ന്യൂക്ലിയസ് മാത്രമാണോ സൈറ്റോപ്ലാസത്തിൽ കാണുന്ന സ്ട്രക്ചേഴ്സ്? നോ, there are other membrane bounded organelles or the structures seen inside the cell, and that structures are known as cell organelles. ന്യൂക്ലിയസിന് പുറമെ ഇത്തരത്തിൽ ആവരണമുള്ള ധാരാളം സെൽ ഓർഗനൽസ് ഈ പറഞ്ഞ സൈറ്റോപ്ലാസത്തിനുള്ളിൽ കാണാം. അത്തരം സെൽ സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ സെൽ ഓർഗനൽസ് അല്ലെങ്കിൽ കോശാംഗങ്ങൾ എന്ന് പറയുക. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി ബോഡീസ്, ലൈസോസോംസ്, മൈറ്റോകോൺഡ്രിയ, പ്ലാസ്റ്റിഡ്സ് തുടങ്ങി ധാരാളം കോശാംഗങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇത്തരം കോശാംഗങ്ങളെല്ലാം സൈറ്റോപ്ലാസത്തിനുള്ളിൽ കാണും. ഇനി ഈ പറഞ്ഞ മെമ്പറൈൻ ബൗണ്ടഡ് സെൽ സ്ട്രക്ചേഴ്സ് എല്ലാം പ്രോകാരിയോട്ടിക് സെല്ലുകളിൽ ഉണ്ടോ? ഇല്ല അല്ലേ? പ്രോകാരിയോട്ടിക് സെല്ലിൽ ഒരു മെമ്പറൈൻ ബൗണ്ടഡ് സെൽ ഓർഗനൽസും ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് റീകളക്ട് ചെയ്ത് നോക്കിക്കേ, എന്തൊക്കെയാണ് ഒരു പ്രോകാരിയോട്ടിക് സെല്ലും ഒരു യൂകാരിയോട്ടിക് സെല്ലും തമ്മിലുള്ള വ്യത്യാസം? പ്രോകാരിയോട്ടിക് സെല്ലിൽ നമ്മൾ പറഞ്ഞു, they do not have a membrane bounded nucleus, they do not have any membrane bounded cell organelles. In the other hand, the eukaryotic cell possesses a well bounded, that is membrane bounded nucleus, and they also have cell organelles which are membrane bounded. അങ്ങനെയാണെങ്കിൽ പ്രോകാരിയോട്ടിക്കിന്റെ സൈറ്റോപ്ലാസത്തിൽ വേറെ ഒരു സെൽ ഓർഗനലും ഇല്ലേ? ഉണ്ട്. They contain ribosomes. So ribosomes are non-membrane bounded cell organelles which are found inside the both in prokaryotic and eukaryotic organisms. യൂകാരിയോട്ടിക് സെൽസിലും പ്രോകാരിയോട്ടിക് സെൽസിനകത്തും കാണുന്ന മെമ്പറൈൻ ബൗണ്ടഡ് അല്ലാത്ത സെൽ ഓർഗനലാണ് റൈബോസോം. റൈബോസോമിന്റെ ഫംഗ്ഷൻ നിങ്ങൾക്ക് അറിയാം, പ്രോട്ടീൻ സിന്തസിസ് ആണ്. അതുകൊണ്ട് തന്നെ പ്രോകാരിയോട്ടിക് സെല്ലിലും അവയുണ്ട്, യൂകാരിയോട്ടിക് സെല്ലിലും അവയുണ്ട്. ഇനി മെമ്പറൈൻ ബൗണ്ടഡ് അല്ലാതെ യൂകാരിയോട്ടിക് സെൽ, അതായത് ആനിമൽ സെല്ലിൽ കാണുന്ന മറ്റൊരു സെൽ ഓർഗനലാണ് സെൻട്രിയോൾ. സോ സെൻട്രിയോൾസ് ആർ ഓൾസോ non-membrane bounded structures which are seen in eukaryotic cell, mainly in animal cells. അപ്പോൾ നമ്മൾ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ്, കോശത്തിന്റെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ
ഓർഗാനിസത്തിനെ യൂണിസെല്ലുലാർ എന്നും മൾട്ടി സെല്ലുലാർ എന്നും ഡിവൈഡ് ചെയ്യാൻ കഴിയുമെന്നും അറിഞ്ഞു. ഇനി അവയിൽ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ അവയുടെ പ്രോട്ടോപ്ലാസത്തിൽ കാണുന്ന ന്യൂക്ലിയസിന്റെ സ്ട്രക്ചർ അനുസരിച്ച് അല്ലെങ്കിൽ അവയുടെ ഒരു ഘടന അനുസരിച്ച് പ്രോകാരിയോട്ട് എന്നും യൂകാരിയോട്ട് എന്നും വേർതിരിക്കാമെന്നും പഠിച്ചു. ഇനി നമുക്ക് കോശങ്ങൾക്കെല്ലാം ഒരേ ആകൃതിയാണോ അല്ലെങ്കിൽ ഒരേ വലിപ്പത്തിലുള്ളവയാണോ എല്ലാ കോശങ്ങളും എന്ന് നോക്കാം. ഡു ഓൾ സെൽസ് ഹാവ് ദ സെയിം സൈസ് ആൻഡ് ഷേപ്പ്? അല്ലാന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ. തീരെ ചെറിയ കോശങ്ങളുണ്ട്, വലിയ കോശങ്ങളും ഉണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ നോർമൽ നേക്കഡ് ഐസ് കൊണ്ട് കാണാൻ സാധിക്കാത്തത്രയും ചെറിയ കോശങ്ങൾ, ബാക്ടീരിയ പോലുള്ള വളരെ ചെറിയ കോശങ്ങളുണ്ട്. അതേസമയം നിങ്ങൾക്കറിയാവുന്ന ഏറ്റവും ലാർജസ്റ്റ് സെൽ ഏതാ? ലാർജസ്റ്റ് സെല്ല് വിച്ച് വൺ ഈസ് ദ ലാർജസ്റ്റ് സെൽ? നമുക്കറിയാവുന്ന ഒറ്റ കോശം ഏറ്റവും വലുത് ഏതാ? യെസ്, യു നോ, ഇറ്റ്സ് എഗ് ഓഫ് ഓസ്ട്രിച്ച് അല്ലെ, ഒട്ടക പക്ഷിയുടെ മുട്ടയാണ്. ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം എത്ര വലുതാണത്. നമ്മുടെ ഒരു കയ്യിലെടുത്തു വെക്കാൻ പറ്റുന്ന അത്രയും വലിപ്പമുള്ള ഒരു ഏക കോശമാണ് ഒരു എഗ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് വൺ. ദെൻ വിച്ച് വൺ ഈസ് ദ സ്മോളസ്റ്റ് വൺ? യെസ്, ദ സ്മോളസ്റ്റ് സെൽ ഇസ് മൈക്കോപ്ലാസ്മ. മൈക്കോപ്ലാസ്മ എന്ന 0.3 μm മാത്രം ലെങ്ത് ഉള്ള വളരെ ചെറിയ കോശങ്ങള്, ബാക്ടീരിയ അവയേക്കാൾ ഇച്ചിരൂടെ വലുതായിരിക്കും. ഇനി കുറച്ചും കൂടെ വലിപ്പത്തിലുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ ലെങ്ത്തിലുള്ള 7 μm ഇൻ ലെങ്ത് ഉള്ള ഹ്യൂമൻ റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട്. നിങ്ങൾക്കറിയാം ന്യൂറോൺസ്, നെർവ് സെൽസ്, ദേ ആർ ദ ലോങ്സ്റ്റ് സെൽസ് അല്ലെ. അപ്പൊ ഇങ്ങനെ വലിപ്പത്തിലും ആകൃതിയിലും ഒക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കോശങ്ങളുണ്ട്. എല്ലാ കോശങ്ങൾക്കും ഒരേ വലിപ്പമല്ല എന്നിപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് ചില വ്യത്യസ്ത ആകൃതിയിലുള്ള കോശങ്ങൾ കണ്ടാലോ? ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ RBC, ഹ്യൂമൻ റെഡ് ബ്ലഡ് സെൽസ് ആണ്. RBCയുടെ ചിത്രം നോക്കിയാൽ നിങ്ങൾക്കറിയാം, ദേ ആർ ഡിസ്ക് ഷേപ്ഡ് അല്ലെ. അവയുടെ ഷേപ്പ് അല്ല WBCക്ക് ഉള്ളത്. ഇനി എപ്പിത്തീലിയൽ സെൽസ് കാണിക്കുന്നുണ്ട്, കോളംലാർ എപ്പിത്തീലിയൽ. നോക്കൂ, ആ സെൽസ് ചതുരാകൃതിയിൽ നീളത്തിലുള്ളവയാണ്. ഇനി കാണുന്ന ചിത്രത്തില് നെർവ് സെൽസ് ആണ് കാണുന്നത്. നെർവ് സെൽസിന്റെ ഷേപ്പ് ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ലോങ്ങർ ആയിട്ടുള്ള, വളരെ ലോങ്സ്റ്റ് ആയിട്ടുള്ള സെൽസ് ആണ് ന്യൂറോൺസ് അഥവാ നെർവ് സെൽസ്. ഇനി നോക്കൂ, പ്ലാന്റ് സെൽസിൽ ഇത്തരം വൈവിധ്യങ്ങൾ ഉണ്ടോ അല്ലെ? നിങ്ങൾ പഠിച്ചതാണ് കോംപ്ലക്സ് ടിഷ്യൂസിലുള്ള സൈലത്തിലെ വെസൽസും ട്രക്കീഡ്സും. നോക്കൂ, വെസൽസ് പോലല്ല ട്രക്കീഡ്സിന്റെ ഷേപ്പ്. ഇനി മീസോഫിൽസ് ഒന്ന് നോക്കിയാലോ? മീസോഫിൽ ഓൾസോ ഹാവ് സ്പോഞ്ചി ടിഷ്യൂ ആൻഡ് പാലിസൈഡ് ടിഷ്യൂ. ദേ ഓൾസോ ഹാവ് സെൽസ് ഓഫ് ഡിഫറെന്റ് ഷേപ്സ്. അപ്പൊ ഇപ്പൊ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, സെല്ലുകൾ ഒരിക്കലും ഷേപ്പിലോ സൈസിലോ ഒരുപോലെയല്ല എന്നുള്ളത്. ഇനി നമുക്ക് ഒരു പ്രോകാരിയോട്ടിക് സെല്ലിനെ കുറിച്ച് വിശദമായിട്ട് നോക്കാം. എന്താണ് പ്രോകാരിയോട്ടിക് സെല്ലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത? നമുക്കറിയാം, ദേ ആർ നോട്ട്, their nucleus is not membrane bounded. ഏതൊക്കെയാണ് ഒരു പ്രോകാരിയോട്ടിക് സെല്ലിന് എക്സാമ്പിൾ ആയിട്ട് പറയാവുന്ന സെൽസ്? സോ പ്രോകാരിയോട്ടിക് സെൽസ് മെയിൻലി ഹാവ് ബാക്ടീരിയ. നമ്മൾ പറഞ്ഞു കിങ്ഡം മൊണീറയിൽ ഉൾപ്പെട്ട ജീവികളെയാണ് നമ്മൾ പ്രോകാരിയോട്സ് എന്ന വിഭാഗത്തിൽ പെടുത്തിയത്. നോർമലി ജനറലി ദേ ആർ ബാക്ടീരിയ അല്ലെ. ബ്ലൂ ഗ്രീൻ ആൽഗകള്, മൈക്കോപ്ലാസ്മ, PPLO എന്നറിയപ്പെടുന്ന പ്ലൂറോ ന്യൂമോണിയോ ലൈക്ക് ഓർഗാനിസംസ്, ഇവയൊക്കെ പ്രോകാരിയോട്ടിക് കോശങ്ങളാണ്. എന്താണ് അവയുടെ പ്രത്യേകത? ദേ ആർ യൂണിസെല്ലുലാർ, ദേ ക്യാൻ മൾട്ടിപ്ലൈ റാപ്പിഡ്ലി. വളരെ പെട്ടെന്ന് വിഭജിക്കാനായിട്ട് സാധിക്കും. ഈ ഫീച്ചേഴ്സ് ഒക്കെ തന്നെ നമ്മൾ ബാക്ടീരിയയെ കുറിച്ച് വിശദമായി പഠിച്ചതാണ്. ബാക്ടീരിയയെ കുറിച്ച് പറയുമ്പോൾ ഡു ദേ ഓൾ ഹാവ് ദ സെയിം ഷേപ്പ്? നമ്മൾ നേരത്തെ ചോദിച്ചതുപോലെ ബാക്ടീരിയക്ക് ഇനി ഒരേ ഷേപ്പാണോ? അല്ല. ബാക്ടീരിയയുടെ വ്യത്യസ്ത ഷേപ്പുകളെ കുറിച്ചും നമ്മൾ പഠിച്ചു അല്ലേ? എന്തൊക്കെയായിരുന്നു അത്? റോഡ് ഷേപ്പിലുള്ള ബാസിലസ് ബാക്ടീരിയ, സ്ഫെറിക്കൽ ഷേപ്പിലുള്ള കോക്കസ് ബാക്ടീരിയ, കോമ ഷേപ്പിലുള്ള വിബ്രിയോ ബാക്ടീരിയ, സ്പൈറൽ ഷേപ്പിലുള്ള സ്പൈറലം ബാക്ടീരിയ. ഇങ്ങനെ വ്യത്യസ്ത തരം ബാക്ടീരിയകൾ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം. സോ ഇനി നിങ്ങൾ ഈ ചിത്രം ഒന്ന് വിശദമായിട്ടൊന്ന് നോക്കൂ. ഈ ചിത്രത്തില് ഒരു പ്രോകാരിയോട്ടിക് സെൽ, അതായത് ഒരു ബാക്ടീരിയൽ സെല്ലിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഒന്ന് നമുക്കതൊന്ന് നോക്കിയാലോ. ഏറ്റവും പുറമെ എന്താണ്? ക്യാപ്സ്യൂൾ. യു ഹാവ് സീൻ a structure called a capsule. Then there is the cell wall
plasma membrane, mesosomes, ribosomes, plasmids, bacterial flagellum, cytoplasm, nucleoid and pili. ഇത്രയും സ്ട്രക്ചേഴ്സ് ആണ് ഒരു പ്രോകാരിയോട്ടിക് സെല്ലിലുള്ളത്, ഒരു ബാക്ടീരിയൽ സെല്ലിലുള്ളത്. You know, they don't have a membrane bounded nucleus, they don't have any other membrane bounded cell organelles. ആകെ അവരുടെ സെല്ലിന്റെ സൈറ്റോപ്ലാസത്തിലുള്ള ഒരേ ഒരു സെൽ ഓർഗനൽ റൈബോസോം ആണ്. ഇതാണ് ഇത്രയും ഘടകങ്ങൾ അല്ലെങ്കിൽ ഇത്രയും ഫീച്ചേഴ്സ് ആണ് ഒരു പ്രോകാരിയോട്ടിക് സെല്ലിനുള്ളത്. ഇനി നമുക്കിതിലെ ഓരോ ഫീച്ചേഴ്സും എന്താണ് അല്ലെങ്കിൽ ആ സ്ട്രക്ചറിന്റെ ഫംഗ്ഷൻ എന്താണ് എന്നൊന്ന് കണ്ടു നോക്കാം. The prokaryotic cell, you have seen the structure of the prokaryotic cell and the features of the prokaryotic cell, and inside the cell we can see the cytoplasm, and the semi-fluid matrix is the cytoplasm, and also we have seen a nucleoid inside the cytoplasm. ഇവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിനൊരു ഔട്ടർ മെംബ്രെയിൻ ബൗണ്ടഡ് ന്യൂക്ലിയസ് ഇല്ല, പകരം അവിടെ ഒരു നേക്കഡ് DNA അല്ലെങ്കിൽ നേക്കഡ് ജനറ്റിക് മെറ്റീരിയൽ ആണുള്ളത്. ആ ഭാഗത്തിനെയാണ് നമ്മൾ ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്നത്. ഇതിലുള്ള മറ്റൊരു പ്രത്യേകത, they have rounded genetic material or circular genetic material which are known as extra chromosomal genetic material and are known as plasmids. അത് പ്രോകാരിയോട്ടിക് സെല്ലായ ബാക്ടീരിയൽ സെൽസിന്റെ ഒരു പ്രത്യേകതയാണ്. They have a structure known as plasmids which can confer certain characters like antibiotic resistance. ബാക്ടീരിയയ്ക്ക് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് പോലെയുള്ള ചില ഫീച്ചേഴ്സ് നൽകാൻ കഴിയുന്ന പ്ലാസ്മിഡ് എന്ന എക്സ്ട്രാ ക്രോമസോംസും ഈ പറഞ്ഞ സൈറ്റോപ്ലാസത്തിൽ കാണാനായിട്ട് സാധിക്കും. So now we can discuss about the cell envelope. The outer cell envelope of a bacterial cell have 3 layers. The outer layer is glycocalyx. The next one is the cell wall and the innermost one is the plasma membrane. ഈ ഗ്ലൈക്കോകാലിക്സ് എന്ന ഏറ്റവും ഔട്ടർമോസ്റ്റ് ലെയേഴ്സ് മേ ബി ലൂസ് ഷീത്ത് ഇൻ സം ബാക്ടീരിയ, വളരെ ലൂസായിട്ടുള്ള കട്ടിയൊട്ടുമില്ലാത്തൊരു ഭാഗമാണ് ചില ബാക്ടീരിയകളിലെ ഗ്ലൈക്കോകാലിക്സ് കാണുക. അവയെ നമ്മൾ സ്ലൈം ലെയർ എന്ന് പറയും. അതേസമയം ചില ബാക്ടീരിയകളിൽ വളരെ ടഫായിട്ടുള്ള ഒരു ഭാഗമായിട്ടാണ് ഈ ഗ്ലൈക്കോകാലിക്സ് കാണുക. അങ്ങനെയാണെങ്കിൽ that type of glycocalyx we call it as capsule. So it may be of 2 types. If it is a loose sheath, it is slime layer, and if it is tough and rigid, it is capsule. And second one is the cell wall. The cell wall is usually made up of peptidoglycans, and the cell wall is the second layer of cell envelope seen in bacterial cell. And based on the type of cell wall, the bacteria are again divided into 2, that is gram negative and gram positive bacteria. ഈ സെൽ വാളിന്റെ ഒരു സ്ട്രക്ചർ അനുസരിച്ച് അല്ലെങ്കിൽ അതിനകത്തുള്ള ലിപ്പിഡിന്റെ കണ്ടന്റ് അനുസരിച്ച് ബാക്ടീരിയകളെ എഗെയിൻ നമുക്ക് ഗ്രാം നെഗറ്റീവ് ഗ്രാം പോസിറ്റീവ് എന്ന് ക്ലാസിഫൈ ചെയ്യാം. എന്താണ് ഗ്രാം നെഗറ്റീവ് ഗ്രാം പോസിറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, it is a staining procedure of bacteria which was developed by a scientist known as Christian Gram, and so this procedure is known as gram stain. Gram stain ഉപയോഗിച്ച് ബാക്ടീരിയകളെ സ്റ്റെയിൻ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ്. And after staining, if it absorbs color, it is gram positive, and if it do not have color, it is gram negative bacteria. And the third layer is plasma membrane, that is the innermost layer. It is semi-permeable and it interacts with outside world. ബാക്ടീരിയൽ കോശത്തിനെയും പുറമേയുള്ള അന്തരീക്ഷവുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ സഹായിക്കുന്ന സെമി പെർമിയബിൾ ലെയർ ആണ് പ്ലാസ്മ മെംബ്രെയിൻ. ആൻഡ് there are certain infoldings of the plasma membrane. പ്ലാസ്മ മെംബ്രെയിനിൽ വളരെ സ്പെഷ്യലൈസ് ചെയ്ത ചില സ്ട്രക്ചേഴ്സ് നമുക്ക് പ്രോകാരിയോട്ടിക് സെല്ലുകളിൽ കാണാൻ കഴിയും. അത്തരം സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ മീസോസോംസ് എന്ന് പറയുക. So mesosomes are special membranous structure formed by the extensions of plasma membrane into the cell. Vesicles in the രൂപത്തിലോ ട്യൂബുലാർ ഫോമിലോ അല്ലെങ്കിൽ ലെമല്ല ഫോമിലോ ഒക്കെ നമുക്ക് മീസോസോംസ് കാണാൻ കഴിയും. റൗണ്ടഡ് സ്ട്രക്ചർ ആയിരിക്കാം, ചിലത് ട്യൂബുലാർ ഫോമിലായിരിക്കാം, ചിലത് ഫോൾഡഡ് ഷേപ്പിലായിരിക്കാം. ഇങ്ങനെയൊക്കെ മീസോസോംസ് കാണാം. So what are the main functions of mesosomes?
എന്തിനാണ് ഈ പ്ലാസ്മ മെമ്പറൈൻ ഇത്തരത്തിൽ ഫോൾഡ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ എന്താണ് മീസോസോംസിന്റെ ഫങ്ഷൻസ്? ദേ ഹെൽപ്പ് ഇൻ സെൽ വാൾ ഫോർമേഷൻ. The DNA, they help in DNA replication and distribution to daughter cells. They help in respiration. The mesosomes help these prokaryotic cells in secretion, and they increase the surface area of the plasma membrane and enzymatic content. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രോകാരിയോട്ടിക് സെൽ അല്ലെങ്കിൽ ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആക്ടിവിറ്റീസും നടക്കേണ്ടത് സൈറ്റോപ്ലാസത്തിലാണ്. സോ അവയിൽ നടക്കുന്ന മിക്കവാറും എല്ലാ ഫങ്ഷൻസിനെയും ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് പ്ലാസ്മ മെമ്പറൈൻ്റെ ഇത്തരം ഇൻഫോൾഡിങ്സ് ഉണ്ടാവുക. ഇൻ സൈനോബാക്ടീരിയ, മെമ്പറേനിയസ് എക്സ്റ്റൻഷൻസ് ഇൻ ടു ദ സൈറ്റോപ്ലാസം ഇസ് ക്രൊമാറ്റോഫോർ. ഇത്തരത്തിൽ സൈനോബാക്ടീരിയയിലാണെങ്കിൽ ഇത്തരം മെമ്പറേനിയസ് എക്സ്റ്റൻഷൻസിനെ ക്രൊമാറ്റോഫോഴ്സ് എന്നാണ് പറയുക. അവ പിഗ്മെന്റ്സ് കണ്ടെയ്ൻ ചെയ്യുകയും നിറം നൽകുകയും ചെയ്യും. അപ്പൊ നമ്മൾ സെൽ എൻവലപ്പിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ കണ്ട സ്ട്രക്ചർ ആണ് ബാക്ടീരിയ. സം ബാക്ടീരിയ മേ ബി മോട്ടൈൽ ആൻഡ് സം മേ ബി നോൺ മോട്ടൈൽ. അങ്ങനെയുള്ള മൂവ് ചെയ്യാൻ കഴിയുന്ന ബാക്ടീരിയകളിലുള്ള സ്ട്രക്ചേഴ്സ് ആണ് ഫ്ലജല്ലം. സോ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം ബാക്ടീരിയകള് ദേ ഹാവ് സ്ട്രക്ചേഴ്സ് നോൺ ആസ് ഫ്ലജല്ലം വിച്ച് ഹെൽപ്പ് ദം ടു മൂവ്. ഒരു ഫ്ലജല്ലയില് പ്രധാനമായിട്ട് 3 ഭാഗങ്ങളാണുള്ളത്. ഒരു ലോങ് എക്സ്റ്റൻഷൻ ടുവേഴ്സ് ദ ഔട്ടർ സൈഡ്, ദാറ്റ് ഈസ് ദ ഫിലമെന്റ്. ഒരു സർഫസുമായിട്ട് അല്ലെങ്കിൽ സെൽ വാളുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഹുക്ക്. ഏറ്റവും താഴെ ഒരു ബേസൽ ബോഡി. ആൻഡ് ദിസ് ഫ്ലജല്ലം ഈസ് ഓൾസോ മെയ്ഡ് അപ്പ് ഓഫ് എ പ്രോട്ടീൻ ആൻഡ് ദേ ഹെൽപ്പ് ഇൻ ദ മൂവ്മെന്റ് ഓഫ് ബാക്ടീരിയ. And the other two structure that you have seen in a bacterial cell, the surface extensions were pillae and fimbriae. The pillae are structures, small special extensions of bacterial cell which help bacteria to in the process of conjugation. അതായത് ബാക്ടീരിയയുടെ DNA ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രക്രിയ അല്ലെങ്കിൽ DNA ജനറ്റിക് മെറ്റീരിയൽ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രക്രിയയിൽ സഹായിക്കുന്നതാണ് പിലെ എന്ന് പറയുന്ന സ്ട്രക്ചർ. അതേസമയം ബാക്ടീരിയയെ ഒരു സബ്സ്ട്രേറ്റിലേക്ക് അറ്റാച്ച് ചെയ്യാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർഫസിലേക്ക് അറ്റാച്ച് ചെയ്യാൻ സഹായിക്കുന്ന സ്ട്രക്ചറാണ് ഫിംബ്രിയെ. സോ ദീസ് ആർ ഓൾ എക്സ്റ്റൻഷൻസ് ഓഫ് സെൽ വാൾ. സോ ദീസ് ആർ സം ഓഫ് ദ സ്ട്രക്ചേഴ്സ് വി ഹാവ് സീൻ ഇൻ ദ പ്രോകാരിയോട്ടിക് സെൽ. ഇപ്പോൾ ഒരു മൊട്ടൈലായിട്ടുള്ള ബാക്ടീരിയയെ എങ്ങനെയാണ് മൂവ് ചെയ്യാൻ സഹായിക്കുന്നതെന്നൊക്കെ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. സോ ലെറ്റ് us now look for the assignment. Motile bacteria have fine thread-like appendages called flagella in the cell. Bacteria are classified based on the number of arrangement of flagella in bacterial cell. Collect information regarding classification of bacteria based on shapes and number of arrangement of flagella. ഇപ്പോൾ ഫ്ലജല്ലയാണ് ഒരു ബാക്ടീരിയയെ മൂവ് ചെയ്യാൻ സഹായിക്കുന്നത്. ഫ്ലജല്ലയുടെ എണ്ണവും അറേഞ്ച്മെന്റും അനുസരിച്ച് ബാക്ടീരിയയെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത്തരം ബാക്ടീരിയകളെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു.